Good day to all of you. Welcome to Easy Physics. Learn physics as easy as 1, 2, 3. ഫിസിക്സ് വളരെയധികം ഈസി ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫിസിക്സിനോടൊപ്പം തന്നെ സ്നേഹിക്കേണ്ട മറ്റൊരു സബ്ജക്റ്റ് കൂടെ ഉണ്ട്. വേറെ ആരുമല്ല, മാത്സ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഫിസിക്സിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മാത്തമാറ്റിക്കൽ സ്കിൽസ് എത്രയും ഷാർപ്പാണോ അത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്സ് എന്ന് കേൾക്കുമ്പോൾ നെറ്റ് ചുളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പേടിയും വിഷമവും ഒക്കെ മാറ്റി മാത്സിനെയും കൂടെ സ്നേഹിക്കാൻ തുടങ്ങുക. മാത്സിനെ സ്നേഹിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് മാത്സിൽ നമുക്ക് കുറച്ച് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഒക്കെ പഠിക്കുക എന്നുള്ളതാണ്. ബേസിക് മാത്തമാറ്റിക്കൽ സ്കില്ലാണ് നമുക്ക് ഫിസിക്സിനായിട്ട് ആവശ്യമുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ ഒക്കെ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്കൽ ടിപ്സ് പരിചയപ്പെടുത്താം. ഇന്ന് രണ്ടക്ക സംഖ്യകളെ ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ 46 × 44 എന്നുള്ള രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നാൽ എത്ര പേർക്കാണ് അത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി ഫോർ ദം. അല്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണാൻ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ട്രഡീഷണൽ വേയിൽ നമ്മൾ എങ്ങനെയാണ് ഈ രണ്ടക്കങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? നമ്മൾ ആദ്യം 46 × 44 എന്ന് എഴുതണം. എന്നിട്ട് 4 6 24, ബാക്കി 2 എന്ന് എഴുതി, 4 4 16 2 18 എന്ന് എഴുതി. പിന്നെ വീണ്ടും ഈ സെയിം സംഖ്യ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റി. 4 2 0 2. ഇങ്ങനെയാണ് നമുക്ക് 2024 എന്നുള്ള ആൻസർ കിട്ടിയത്. ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതാതെ തന്നെ ആൻസർ എഴുതാൻ എടുക്കുന്ന സമയം മാത്രമേ നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ എടുക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റെപ്സ് ഒന്നും എഴുതാതെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ ഇതിന്റെ 10ന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. 10ന്റെ സ്ഥാനത്ത് നിൽക്കുന്ന സംഖ്യ ഏതാണ്? 4 അല്ലെ? 4ന്റെ തൊട്ടപ്പുറത്തുള്ള നമ്പർ ഏതാണ്? 5. അപ്പൊ 4 × 5 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 അല്ലെ? 4ന്റെ തൊട്ടപ്പുറത്തുള്ള സംഖ്യ 5 ആണ്. അവര് രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഇനി രണ്ടാമത്തെ പാർട്ട്, അതായത് മൂന്നാമത്തെയും നാലാമത്തെയും ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഒറ്റയുടെ സ്ഥാനത്ത് നിൽക്കുന്ന സംഖ്യകളെ നമുക്ക് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 4. 6 × 4 എത്രയാണ്? 24. 6 4 24. അപ്പൊ നമുക്ക് ആൻസർ ആയി. ഇനി അടുത്തൊരു സംഖ്യ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 8ന്റെ തൊട്ടപ്പുറത്തുള്ള നമ്പർ ആരാണ്? 9. അത് എഴുതിയിട്ട് 8 × 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72 എന്ന് കിട്ടി. ഇനി ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന 7 3 മൾട്ടിപ്ലൈ ചെയ്യാം. 7 × 3 എത്രയാണ്? 21. അപ്പോ 7221 നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഞാൻ 2 ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇനി ഇതിൽ സ്റ്റെപ്സ് വരയ്ക്കുകയോ ഒന്നും വേണ്ട, നമ്മൾ നേരിട്ട് ആൻസർ എഴുതാൻ പോവാണ്. ഓക്കെ, എന്നെക്കാളും മുന്നായിട്ട് നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞാൻ ആൻസർ പറയുന്നു. 6ന്റെ തൊട്ടപ്പുറത്തുള്ള നമ്പർ 7 ആണ്. 6 7 42, 2 8 16. അപ്പൊ 4216 എന്നാണ് ഇതിന്റെ ആൻസർ വരിക. അതുപോലെ 51 × 59 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ 6 ആണ്. 5 × 6 30. ഇനി 1ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 1ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 9 എന്നാണ് ആൻസർ വരിക. പക്ഷെ 309 അല്ല ഇതിന്റെ ഉത്തരം. 9 എന്ന് എഴുതുമ്പോൾ അതിനിപ്പോ നമ്മൾ 16 എന്ന് എഴുതി, അല്ലെങ്കിൽ 24 എന്ന് എഴുതി, അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് 2 ഡിജിറ്റ് ഉണ്ടായിരുന്നു, 2 അക്കം ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ 9നെ എങ്ങനെയാണ് ഒരു രണ്ടക്ക സംഖ്യ ആയിട്ട് എഴുതാം? 0 9 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 51 × 59ന്റെ ആൻസർ 3009 ആണ്, 309 അല്ല. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് എല്ലാ രണ്ടക്ക സംഖ്യകൾക്കും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാനിവിടെ ക്വസ്റ്റ്യൻ തന്നപ്പോ വളരെ ക്ലെവർ ആയിട്ട് കുറച്ച് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. എന്റെ ക്വസ്റ്റ്യൻസിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. എന്താണ് ഒന്നാമത്തെ കാര്യം? 46 × 44 എന്നാ തന്നത്, അല്ലാതെ 46 × 54 ചെയ്യാൻ പറഞ്ഞില്ല. കാരണം നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 10ന്റെ സ്ഥാനത്ത് കിടക്കുന്ന സംഖ്യ തുല്യമായിരിക്കണം. 57 × 83, 62 × 68, 51 × 59, അല്ലെങ്കിൽ നമുക്ക് 37 × 33, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഒരേ സംഖ്യയാണ് 10ന്റെ സ്ഥാനത്ത് വരേണ്ടത്. എന്നാൽ മാത്രം മതിയോ? പോരാ, വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. എന്താ അത്? ഒറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പേഴ്സിനെ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ?
ഉണ്ടല്ലോ. എന്താണത്? 6 + 4 10 7 3 കൂട്ടിയാൽ 10 2 8 കൂട്ടിയാൽ 10 1 9 കൂട്ടിയാലും 10. അപ്പോ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കയ്യിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടിയിട്ടുള്ള നമ്പറിൽ ഈ രണ്ട് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. വിഷമിക്കേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കുറേ സ്ഥലത്ത് ഇതുപോലെയുള്ള നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ട്രഡീഷണൽ വേ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ. അതുപോലെ തന്നെ ഈ ഒരു ടെക്നിക്കിന് ഒരു സ്പെഷ്യൽ ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? നമുക്ക് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പത്തിൽ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒറ്റയുടെ സ്ഥാനത്തുള്ള 5ഉം 5ഉം കൂട്ടിയ 10 ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് ഈ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. 5ന്റെ സ്ക്വയർ എത്രയാണ്? 25. അപ്പൊ 5ന്റെ സ്ക്വയർ നമുക്ക് അവസാനത്തെ രണ്ടക്ഷരമായിട്ട് എഴുതാം. ഓക്കെ. അവസാനത്തെ രണ്ടക്കങ്ങൾ 25 ഇനി 45 × 45 എന്ന് പറയുമ്പോൾ 4ന്റെ തൊട്ടപ്പുറത്തെ നമ്പർ 5. 4 5 20. അപ്പൊ 45 × 45 എന്ന് പറയുന്നത് 2025 ആണ്. 85 × 85 എന്ന് പറയുമ്പോൾ 8ന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന 9. 8 9 72. അവസാനത്തെ രണ്ടക്കം 25 തന്നെ. 65 × 65 6ന്റെ തൊട്ടപ്പുറത്തുള്ള 7. 6 7 42. അവസാനത്തെ രണ്ടക്കം 25. 55 × 55 5 6 30. 5ന്റെ സ്ക്വയർ അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കം 25. ഓക്കെ. ഇനി അതുപോലെ 35 × 35 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 3ന്റെ 3 × 4 12. അപ്പൊ 1225. ഇത് രണ്ടക്ക സംഖ്യക്ക് മാത്രമല്ല ഈ സ്ക്വയർ കണ്ടുപിടിക്കുന്നത് ബാധകം. നമുക്ക് മൂന്നക്ക സംഖ്യകളുടെയും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ 115ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഒരു കാര്യം അറിയണം, 11 × 12 എത്രയാണെന്ന് അറിയണം. ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 115നെ 115 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നിങ്ങൾ 11 × 12 മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പൊ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 132 എന്ന് കിട്ടി. അവസാനത്തെ രണ്ടക്കം 25. അതായത് 5 എന്നുള്ള അക്കത്തിൽ അവസാനിക്കുന്ന ഏത് നമ്പറിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അവസാന രണ്ടക്കം 25 എന്ന് എഴുതുക. പിന്നെ അതിന് മുന്നേ വരുന്ന നമ്പറിനെ അതിന്റെ തൊട്ടപ്പുറത്ത് വരുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? 75 × 75 എത്രയാണ്? ആൻസർ അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ. അപ്പൊ എനിക്കറിയാലോ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ടെക്നിക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളത്. ഓക്കെ. ഹോംവർക്ക് എന്താണെന്ന് അറിയാവോ? 75 × 75. ആൻസർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ടെക്നിക്ക് അനുസരിച്ച് ഒരു 5 സെക്കൻഡിനുള്ളിലാണ് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റിയത്. നിങ്ങളുടെ മനസ്സിലോട്ട് ആ ആൻസർ വന്നെങ്കിൽ മാത്രം നിങ്ങൾ അതൊന്ന് ആൻസർ കമന്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടെ 2 ഡിജിറ്റ് മൾട്ടിപ്ലിക്കേഷന്റെ വേറെ 1-2 ട്രിക്കും കൂടെ ഉണ്ട്. അത് ഭയങ്കര എക്സൈറ്റിംഗ് ട്രിക്കാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100നോട് അടുത്ത് കിടക്കുന്ന സംഖ്യകളുടെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ. 100നോട് അടുത്ത് കിടക്കുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ 95 × 98 അല്ലെങ്കിൽ 103 × 97 ഇങ്ങനെയുള്ള സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നമ്മളുടെ ഒരു ഉഗ്രൻ ട്രിക്ക് ഇരിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം. ഓക്കെ. അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഞെട്ടിക്കണം. ഈ ഒരു ട്രിക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ 2 നമ്പർ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേന്ന് പറയാം. എന്നിട്ട് അവർക്ക് കുറെ സമയം എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് പറഞ്ഞു കൊടുത്ത് അവരെ അങ്ങ് ഞെട്ടിക്കണം. അതാണ് നമ്മൾ ഈ ട്രിക്സ് ഒക്കെ പഠിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ്. ഓക്കെ. അപ്പൊ കൂടുതൽ മാത്തമാറ്റിക്കൽ ട്രിക്സ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ പറയാം. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞല്ലോ ഏത് മാത്തമാറ്റിക്കൽ ട്രിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് 100ന്റെ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പൊ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എപ്പിസോഡ്. Thank you once again and have a wonderful day ahead to all of you.